എല്ലാ സമൂഹത്തിലും എല്ലാ ഇടങ്ങളിലും കാണും ഇത്തരം ചില പുളിമാവുകൾ. എന്ന് വെച്ചാൽ അവർ കുറച്ചേ കാണത്തുള്ളൂ, അവരുടെ ഇടപെടലിന്റെ സമയം വളരെ കുറവായിരിക്കും, പറയുന്ന വാക്കുകളുടെ എണ്ണവും അളവും വളരെ കുറവായിരിക്കും. പക്ഷേ അവരാ സമൂഹത്തിൽ ചൊലുത്തുന്ന നെഗറ്റീവ് സ്വാധീനത്തിന്റെ ആധിക്യം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ഇത്തരം ഫരിസയരെയും സദുക്കാരെയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇവരുടെ ആ പുളിപ്പിനെ, ഇവരുടെ തിന്മയുടെ പുളിപ്പിനെ എല്ലായിടത്തേക്കും വേഗം സ്പ്രെഡ് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് നമുക്കിടയിലുമുണ്ട്, സഭയിലുണ്ട്, ഇടവകകളിലുണ്ട്, കുടുംബങ്ങളിലും മറ്റ് സമൂഹങ്ങളിലുമൊക്കെ ഇതുണ്ട്. ഇത്തരം പുളിമാവുകളുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന്, നമ്മൾ ഒരിക്കലും അത്തരം പുളിമാവുകളാകരുത്. മറ്റുള്ളവരിലേക്ക് തിന്മയെ തുപ്പുന്ന, ഈശോ ഉദ്ദേശിച്ച ഈ തരത്തിലുള്ള പുളിമാവുകളാകരുത്. രണ്ട്, നമുക്ക് ചുറ്റും അത്തരം ഫ്രാക്ഷൻസ്, അത്തരം ടോക്സിക് പീപ്പിൾ ഉണ്ടെങ്കിൽ അവരെ തിരിച്ചറിയാനുള്ള ജാഗ്രത നമ്മൾ കാണിക്കണം.